good morning. Welcome to my channel. ഇപ്പം ഞാൻ ഫോറം മോളിലേക്ക് പോവാണ്. രാവിലെ ബേബീസിനെ സ്കൂളിലൊക്കെ വിട്ടു. അത് കഴിഞ്ഞ ശേഷം ഞാൻ മാത്രം ഒറ്റയ്ക്കാണ്. ഫോറം മോളിൽ ചെന്ന് പുതിയൊരു മൂവിയാണ്, ഇന്ന് റിലീസ് ചെയ്യുന്ന മൂവിയാണ്, അത് കാണണം. ഹലോ, അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മമ്മൂട്ടി അഭിനയിച്ച പുതിയ മൂവി കലം കാവൽ, അതാണ് മൂവി. അപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. മയത്ത സോ അടിപൊളിയായിട്ടുണ്ട്. പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് വരുമ്പോഴത്തേക്കൊരു സമാധാനം. ഇവിടെ സ്റ്റോപ്പ് വരുന്നുണ്ട്, അതറിയില്ല. നടന്നു വന്നപ്പോൾ വിശക്കാൻ തുടങ്ങി. ഫോർമോളിൻ്റെ ഒരു സ്റ്റൈലാണത്, നല്ല രസമാണ്. എനിക്ക് കൂടുതലിഷ്ടം ഫോറം മോളാണ് കേട്ടോ. ലുലു മോൾ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും കൂടുതൽ ഒരു കംഫർട്ടബിളാണ്. മോർണിംഗ്. ഇന്ന് ഞാൻ വേറെ എന്തെങ്കിലും പറയാൻ പോവാം സ്പെഷ്യലായിട്ട്. ഞാനിപ്പോൾ ഒരു പാസ്ത പറഞ്ഞു. പിസ്സ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അപ്പോൾ പാസ്ത പറഞ്ഞു. ഹലോ, അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞു. കലം കാവൽ അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമ. എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക ഇച്ചക്ക അടിപൊളിയായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. മമ്മൂട്ടി കമ്പനി മുഖേന ചെയ്യുന്ന ഫിലിംസ് എല്ലാം, അല്ലാതെ എല്ലാ ഫിലിംസ് എല്ലാം സൂപ്പറാണ്. പക്ഷെ എന്നാലും പുള്ളി സെലക്ട് ചെയ്തെടുക്കുന്ന സിനിമകളെല്ലാം വെറൈറ്റി ആയിട്ടുള്ള സിനിമ. മീൻസ് ചില ഹീറോസിനെ എടുത്ത് പേടിയായിരിക്കും അവർക്ക്, അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടേഴ്സ് ചെയ്താൽ അവരുടെ ഇമേജ് പോകുന്നൊക്കെ ഒരുപാട് നായകന്മാർക്ക് പേടിയുണ്ടാവും. പക്ഷേ ഇത് എന്ത് രസമായിട്ടാണ് ആ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്തിരിക്കുന്നത്. നല്ല സിനിമ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എന്തായാലും ആരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. സിനിമ നല്ല സിനിമയാണ്. അത് OTT വരുമായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പക്ഷെ ഇത് നല്ലൊരു മൂവിയാണ് കേട്ടോ. പക്ഷെ കുട്ടികളെ കൊണ്ട് പോകണ്ട, അല്ലാതെ നല്ലൊരു സിനിമയാണ് കേട്ടോ. അടിപൊളി സിനിമ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ലവ് മമ്മൂക്ക. വാവ്, എന്താ സൂപ്പറായിട്ടാണ് ക്രൗൺ പ്ലാസ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്രിസ്മസ് ലൈറ്റിംഗ്, ക്രിസ്മസ് ട്രീ എല്ലാം എന്ത് രസമായിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ നോക്കി. ക്രൗൺ പ്ലാസ സൂപ്പർ. Christmas cakes. ചേച്ചി ഇവിടെ
നിങ്ങൾ എന്ത് രസമെന്ന് ഞാൻ എനിക്കിതിൻ്റെ ലൈറ്റിംഗ് ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. മോർണിംഗ്. ഇന്ന് സാറ്റർഡേ ആണ്. നമുക്കിന്ന് പരിപാടിയുണ്ട്, സ്കൂളിൽ പരിപാടിയുണ്ട്. അതുകൂടാതെ രാവിലെ എനിക്ക് ബാങ്കിലേക്ക് ഒരു ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ബിരിയാണിയാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചിക്കൻ കറി റെഡിയാക്കി വെക്കണം. പിന്നെ ബാങ്കിലേക്ക് കൊടുക്കാനായിട്ടുള്ള സാലഡും പിന്നെ പപ്പടും പിന്നെ എഗ്ഗും അത് റെഡിയാക്കി പാക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വല്ലാർപാടം പോകണം. ഇന്ന് 6-ാം തീയതിയാണ്, ഡിസംബർ 6-ാം തീയതിയാണ്. സോ സാറ്റർഡേ ആണ്, ആദ്യത്തെ ശനിയാഴ്ചയാണ്. അപ്പോൾ പള്ളിയിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് സ്കൂളിലെ പരിപാടിയുണ്ട്. ഇന്ന് ലാലേട്ടൻ വരുന്ന ഒരു ദിവസമാണ്. സോ അതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. എന്തായാലും പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ പോകും. എന്നുവെച്ചാൽ ജോർജിക്ക് ഇച്ചിരി ചുമയുള്ള കാരണം ചിലപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുന്ന പോലെയുള്ളൂ. എന്നാൽ രാവിലത്തെ ഈ പരിപാടി ഞാൻ തീർത്തു. എന്നെ സഹായിക്കാനായിട്ട് ഏക വ്യക്തി ഇപ്പോൾ നമ്മുടെ ആരാണത്? അന്നക്കുട്ടി. അന്നക്കുട്ടി മാത്രമേ ഉള്ളൂ സഹായിക്കാനായിട്ട്. ബാക്കി എല്ലാ സ്റ്റാഫും പോയി. ഇനിയിപ്പോൾ നമുക്ക് ആകെയുള്ളത് ആ ഒരു അന്നക്കുട്ടി കിച്ചണിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഒരു അസാമി ഗേളാണ്. അങ്ങനെ ഞങ്ങൾ അവർ കുളിച്ച് റെഡിയായി എല്ലാവരും കിടക്കുക. ഓക്കെ, ഹായ്. അപ്പം നമ്മൾ നേരെ ഇവിടെ നിന്ന് സ്കൂളിലേക്ക് പോവാണ്. ഊബറിൽ പോവുക. അതാകുമ്പോഴത്തേക്കും വണ്ടി പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അങ്ങനെ പോകുന്നത്. ഹായ് പറഞ്ഞേ. ആരൊക്കെയുണ്ട്? ഹായ് പറഞ്ഞേ ജാജി. ഓക്കെ, അപ്പം അവിടെ ചെന്നിട്ട് എന്താന്ന് നോക്കാം. देखो 5 रुपये एक्स्ट्रा पीछे ये साइड में ये चीज़ में इस साइड में कल्चरल आप ये साइड में कल्चरल बच्चों मम्मड़ कई एंटायर थिंग भी एक्सप्लोर
ഹായ് മാം. അമ്മാമ്മയും സിബി ആന്റിയും വന്നുണ്ട്. Thomas, Managing Director, Choice Foundation. Mr. Thomas Jones, Director, Choice Group. Ms. Anisha Sen, Principal, Choice Group. Distinguished and invited. രാജ്യത്തിനെയാണ് നമ്മൾ ഓരോരുത്തരും നെഞ്ചിലേറ്റുന്നത്. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 23-ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങുകയുണ്ടായി. 5 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ നൽകിയ സംഭാവനകൾക്ക് ലഭിച്ച അംഗീകാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. 2 തവണ മികച്ച നടനുള്ളതടക്കം 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, 9-ലേറെ തവണ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾ, പത്മശ്രീ, പത്മഭൂഷൺ, 2009-ൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ പദവി, അങ്ങനെ എത്ര അംഗീകാരങ്ങൾ. ഇന്നിതാ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2023-ലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും ലഭിച്ചു. സൂക്ഷ്മമായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മോഹൻലാൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ നൽകിയ ഭാവാനുഭവങ്ങൾ, പ്രണയവും പകയും മാസ് ഡയലോഗുകൾ തലമുറകൾ ഏറ്റുപറയുന്നു. ഓ മോനെ ദിനേശ, സവാരി ഗിരിഗിരി, ഇത്തരം ഡയലോഗുകൾ നമ്മുടെ സാധാരണ പ്രയോഗങ്ങളായി.
Next, you will add and oil water, unnecessary, and the അങ്ങനെ ലാലേട്ടൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തില്ല. ബേബീസിന് ഒന്നാമത് 7:30 ആയി. അപ്പോൾ അത്ര നേരം നമുക്ക് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവും. പിന്നെ അവർക്ക് ജോജിക്കാണെങ്കിൽ തീരെ വയ്യാതിരിക്കുന്ന കാരണം പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് നിന്നില്ല. എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് സ്കൂളിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു. പിന്നെ ഇനിയിപ്പോൾ ലാലേട്ടൻ വരുന്നതൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ വേഗം പോകുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി വ്ളോഗ് എടുക്കുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. പറ്റുമെങ്കിൽ നാളത്തെ ഇതുകൂടെ ചേർത്തിട്ട് ഒരുമിച്ച് ആഡ് ചെയ്യാം. ഓക്കെ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിസംബർ 7-ാം തീയതിയാണ്. അപ്പൊ നമ്മൾ രാവിലെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഡ്രസ്? ഇതേ ലക്കി ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. മമ്മി ഇപ്പൊ എത്തും. ഞങ്ങൾ മമ്മി എത്തിയല്ലോ, ഇത് കണ്ടോ, മമ്മി എത്തി. ഞങ്ങൾ നേരെ ഇവിടുന്ന് കൃപാസനത്തിൽ പോവാണ്. ഞാൻ ഊബറിന് പൈസ കൊടുക്കട്ടെ. ജിംഗിൾ ബെൽ പഠിക്കേ. മമ്മ, അങ്ങനെ മമ്മി ഞങ്ങളുടെ കൂടെ വന്ന് യാത്ര ചെയ്യുവാണ്. കൃപാസനത്തില് അത്ഭുതമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് മമ്മിയും സിബിയൊക്കെ എവിടേക്കോ യാത്രയിലായിരുന്നു. അപ്പൊ ചുമ്മാ വിളിച്ചപ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു ഞാനും അങ്ങനെയാണ് വരട്ടെ എന്ന് ചോദിച്ചു. വന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഇതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തുള്ള യാത്ര എന്ന് പറയുന്നത്. നമ്മള് പ്രാർത്ഥിച്ച് പോകണമെന്നൊക്കെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മമ്മി ചോദിച്ചപ്പോൾ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പക്ഷെ മമ്മി ഇന്നിപ്പോ ഞാൻ രാവിലെ വിളിച്ച് നോക്കിയിട്ട് മമ്മി തിരക്കായിട്ട് മമ്മി പറഞ്ഞില്ല, ഞാൻ പള്ളിയിൽ പോവാണ്, സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ചർച്ചിൽ പോവാണ്, പാലിടാൻ പോവാ, അത് കഴിഞ്ഞ് വെല്ലാർപാടം പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇന്നിപ്പോ പള്ളിയിലേക്ക് പോവാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വണ്ടിക്കകത്ത് കയറി നിന്നപ്പോൾ മമ്മി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ പെട്ടെന്ന് മമ്മി എത്തി. ഞങ്ങൾ വേഗം തന്നെ പുറപ്പെട്ടു. എന്തായാലും സന്തോഷം. അതൊക്കെയാണ് മാതാവിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. അല്ല, വെല്ലാർപാടം എത്താൻ വേണ്ടിയില്ല, വെല്ലാർപാടം പോണം. ഇത് കഴിഞ്ഞിട്ട് നേരെ വെല്ലാർപാടം വരാന്ന് വിചാരിച്ചിട്ടാ. വേറെ എന്താണ്, വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പൊ ഞങ്ങള് ജസ്റ്റ് യാത്ര ചെയ്ത് ഈ സാധനങ്ങള് പള്ളി കൊടുക്കാൻ വേണ്ടി മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാർത്തിയാനി, ചേർത്തല കാർത്തിയാനിയിൽ എത്തി ഫുഡ് കഴിക്കാനായിട്ട്. മാം, കാർത്തിയാനിയിലെ ഫുഡ് എങ്ങനെയാ മമ്മിക്ക് ഇഷ്ടമല്ലേ? ജാജിക്കുട്ട എന്നാ ചെയ്യുന്നേ? ആനിക്കുട്ടി കഴിക്കാൻ പോണു. വാ, മമ്മയുടെ ചോറ് എനിക്ക് ഫേവറേറ്റ് ഇവിടുത്തെ സ്ക്വിഡ്. ഹലോ, ഇപ്പൊ TNT ഷവർമ ഇതൊക്കെ കഴിക്കുന്ന ഒരു സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. കാർ പാർക്കിംഗ് എല്ലാം നല്ല സൗകര്യമുണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കണം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ടാൻറ്റ് കേരള, അതാണ് ടാൻറ്റി കേരള. അങ്ങനെ നമ്മള് നേരെ വെല്ലാർപാടം എത്തി. ഇന്ന് ഞായറാഴ്ചയായിരുന്നു, കുർബാന വെല്ലാർപാടത്ത് കാണാമെന്ന് വിചാരിച്ചു. കറക്റ്റ് 5:30 ആയി. കുർബാന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.